കൊച്ചിയിലെ മെഡിക്കൽ കോഡിംഗ് സ്ഥാപനമായ കോറോ ഹെൽത്തിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർ ഇന്നും ഓഫീസിലെത്തി. ഇതുവരെ ഓഫീസ് തുറന്നിട്ടില്ല. ജീവനക്കാരെ ഓഫീസിൽ പ്രവേശിപ്പിക്കണമെന്ന് ഇന്നലെ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പ്രശ്നത്തിൽ വെള്ളിയാഴ്ച തൊഴിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തും. വിവരങ്ങളുമായി അനുരഞ്ജന കൃഷ്ണ ചേരുന്നുണ്ട്. അനുരഞ്ജന, എന്തായാലും ജീവനക്കാർ ഇന്നും എത്തിയിരിക്കുകയാണ്. ഇതുവരെയും ഓഫീസ് തുറന്നിട്ടില്ല എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ തൊഴിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തും. ഇത് ജീവനക്കാർക്ക് അനുകൂലമാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അഥവാ അനുകൂലമായില്ല എങ്കിൽ ഇതൊരു പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയില്ലേ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വീണ്ടും സ്ഥിതി കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ വെച്ച് നടത്തിയ യോഗത്തിൽ ജീവനക്കാരും കമ്പനി ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിൽ തീരുമാനിച്ചിരുന്നത് തൽസ്ഥിതി തുടരും. വെള്ളിയാഴ്ച വരെ സ്ഥിതി ഇതേപോലെ തുടരുമെന്നും ജീവനക്കാർക്ക് ഇന്നു മുതൽ ഓഫീസിൽ പ്രവേശിക്കാമെന്നും വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണയുമായി നടത്തുന്ന യോഗത്തിൽ ഒരു അന്തിമ തീരുമാനമാകും എന്നുമായിരുന്നു ഇന്നലെ നടന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇന്നു മുതൽ ജീവനക്കാർക്ക് ഓഫീസിൽ പ്രവേശിക്കാമെന്നും എന്നാൽ ജോലിക്ക് ഉള്ളൊരു സാഹചര്യം കമ്പനി ഒരുക്കാൻ സാധ്യതയില്ലെങ്കിലും ഓഫീസിനകത്ത് പ്രവേശിക്കാമെന്നും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ഓഫീസിലെത്താം എന്നുമുള്ളതായിരുന്നു ഇന്നലെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ 9 മണിക്ക് പഞ്ചിങ് ടൈം 9 മണിയോടുകൂടി ഓഫീസിലെത്തിയ ജീവനക്കാരെ ആരെയും തന്നെ അകത്ത് കടത്താൻ കമ്പനി സമ്മതിച്ചില്ല എന്ന് വേണം കരുതാനായിട്ട്. ഇവർ പഞ്ചിങ്ങിനായി എത്തിയപ്പോൾ തന്നെ അവിടെ ഗേറ്റ് അടച്ച ഓഫീസിലേക്ക് പ്രവേശിക്കുന്ന വാതിൽ അടച്ച് അവിടെ ചെടിച്ചട്ടികൾ വെച്ച് പ്രവേശനത്തിന് സാധിക്കാൻ പറ്റാത്ത നിലയിലാണ് അവിടുത്തെ സ്ഥിതി ഉണ്ടായിരുന്നത്. അവിടുത്തെ സെക്യൂരിറ്റി കെട്ടിടത്തിൻ്റെ കമ്പനിയുടേതായിട്ടുള്ള ജീവനക്കാരോ അധികൃതരോ സെക്യൂരിറ്റിയോ ഒന്നും തന്നെ നിലവിൽ അവിടെ ഇല്ല. കെട്ടിടത്തിൻ്റെ ഉടമസ്ഥരായ കെട്ടിടത്തിൻ്റെ സെക്യൂരിറ്റികളാണ് ഇവർക്കുള്ള പ്രവേശനം വിലക്കിയതായി അറിയിക്കുകയും അകത്ത് കടത്താൻ സാധിക്കാത്ത അവസ്ഥയിലൊക്കെ ആയത്. നിലവിൽ ലേബർ കമ്മീഷണറും മന്ത്രി ഉമാ തോമസും ഒക്കെ തന്നെ സ്ഥലത്തുണ്ട്. വരുന്ന വെള്ളിയാഴ്ചയോടുകൂടി ഇതിനൊരു തീരുമാനമാക്കും എന്നായിരുന്നു ഇന്നലത്തെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വീണ്ടും സ്ഥിതി അനിശ്ചിതത്വത്തിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ്. ഇന്ന് സർക്കാർ പറഞ്ഞിരുന്ന കാര്യങ്ങളെയൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്തും അതിൻ്റെ ഉടമകളും ഇതിനെതിരെ യാതൊരുവിധ കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ നൽകാതെ വീണ്ടും ഈ ജീവനക്കാരെ തെരുവിലേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനെതിരെ നിയമപരമായി തന്നെ ഇനി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ നീക്കം. കമ്പനി അധികൃതർ ഇതുവരെ നേരിട്ട് സർക്കാരുമായി യാതൊരുവിധ ചർച്ചയ്ക്കും തന്നെ ഇരുന്നിട്ടില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ നടന്ന യോഗത്തിലും മാനേജ്മെൻറ്റിൻ്റെതായിട്ടുള്ള യാതൊരുവിധ പ്രതിനിധികളും യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെ മന്ത്രിയുമായി തന്നെ വെള്ളിയാഴ്ച തീരുമാനിച്ചിരുന്നത് ഇന്നലെ മന്ത്രിതല യോഗം ഒരു മീറ്റിംഗ് നടത്താം എന്നുള്ളതായിരുന്നു. എന്നാൽ കമ്പനിക്ക് ബുദ്ധിമുട്ട് അറിയിച്ചതിനെ തുടർന്നാണ് ഇത് വെള്ളിയാഴ്ച 10-ാം തീയതിയിലേക്ക് മാറ്റിയിരുന്നത്. എന്നാൽ 10-ാം തീയതിയും അവർ പങ്കെടുത്തില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് 10-ാം തീയതിക്ക് മുമ്പ് തന്നെ ഇന്ന് തന്നെ ഇതിനൊരു അനിശ്ചിതത്വം നേരിടുന്ന സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. വെള്ളിയാഴ്ചയായിരുന്നു ഈ കോറോ ഹെൽത്തിലെ ജീവനക്കാരെ കൊച്ചിയിലും കോഴിക്കോടും ആയി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്തിൻ്റെ ബ്രാഞ്ചുകളായ 2 കൊച്ചിയിലെയും കോഴിക്കോടെയും സ്ഥാപനത്തിലെ ജീവനക്കാരെ എല്ലാവരെയും തന്നെ പിരിച്ചുവിടുന്നതുപോലെ ഒരു കാര്യമൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെയാണ് ഈ നടപടി കമ്പനി എടുത്തിട്ടുണ്ടായിരുന്നത്. കമ്പനി നഷ്ടത്തിലാണ് എന്നുള്ളൊരു വിശദീകരണമായിരുന്നു ഈ ജീവനക്കാർക്ക് കമ്പനി നൽകിയിരുന്നത്. അതേസമയം തന്നെ ഈ കേരളത്തിലെ ബ്രാഞ്ചുകളൊക്കെ പൂട്ടി നഷ്ടത്തിലാണ് ഇത് പിരിച്ചുവിടുകയാണ് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ തന്നെ ഈ ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്തിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവർക്ക് കേരളത്തിലല്ലാതെ ഉത്തർപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന തുടങ്ങിയിടത്തൊക്കെ തന്നെ ബ്രാഞ്ചുകളുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതോ കമ്പനി പറയുന്നോ ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ജോലിക്ക് വന്ന ജീവനക്കാരെ എല്ലാം തന്നെ പിരിച്ചുവിട്ടത് എന്നുള്ളതിനുള്ള ന്യായീകരിക്കുന്ന തരത്തിലുള്ളൊരു വിശദീകരണം ഒന്നും തന്നെ കമ്പനി നൽകുന്നില്ല എന്നതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മാത്രമല്ല കമ്പനി ഈ ജീവനക്കാരോട് പറഞ്ഞത് 2.5 മാസത്തെ
ഒരു ശമ്പളം നഷ്ടപരിഹാരമായി ജീവനക്കാർക്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 2.5 മാസത്തെ തുക കൈപ്പറ്റുന്ന ജീവനക്കാർക്കൊന്നും തന്നെ പിന്നീട് കമ്പനിയുടെ മേൽ നിയമ നടപടിക്ക് ഒരുങ്ങാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്നുള്ളൊരു ന്യായീകരണമൊക്കെ കമ്പനി പറഞ്ഞിരുന്നു. തങ്ങൾ പുതിയ ലേബർ കോഡ് പ്രകാരമുള്ള നടപടിയാണ് എടുത്തത് എന്നൊക്കെ കമ്പനി വിശദീകരണം നൽകുകയുണ്ടായി. എന്നാൽ ഈ പുതിയ ലേബർ കോഡ് പ്രകാരമുള്ള നടപടിയൊന്നും ഇതുവരെ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഒരു നിയമവിരുദ്ധമായ കാര്യമാണ് കമ്പനി എടുത്തിരിക്കുന്നത്. ഈ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോഡിംഗ് സ്ഥാപനമായ ഈ കോറോ ഹെൽത്ത് 2024 കോഴിക്കോട് വരുന്നത്. കൊച്ചിയിൽ 2024 കോഴിക്കോട് 2021 ഈ സ്ഥാപനം വരുന്നത്. ഈ 2 സ്ഥാപനങ്ങളിലുമായി 800-ലധികം ജീവനക്കാരാണ് നിലവിലുള്ളത്. നമുക്കറിയാം 300-ലധികം ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിൽ ജോലിക്കാരെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഒരു 90 ദിവസത്തിന് മുമ്പെങ്കിലും ഈ ഒരു മുന്നറിയിപ്പ് നൽകേണ്ടതാണ്. ഇത്തരത്തിലുള്ള യാതൊരുവിധ നീക്കങ്ങളും ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഈ ജീവനക്കാരെ എല്ലാം തന്നെ തെരുവിലിറക്കുന്ന ഒരു സ്ഥിതിയാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സർക്കാരുമായി ഒരു സമന്വയ ചർച്ചയൊക്കെ നടത്താമെന്നുള്ള തീരുമാനത്തിൽ ആണ് കഴിഞ്ഞ ദിവസം ഒരു യോഗമൊക്കെ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെയും ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നിലവിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പൂർണ്ണമായും കമ്പനി പൂട്ടി നിർത്തി പോവുകയാണ് എന്നുള്ളൊരു നീക്കമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് മാത്രമല്ല ഇന്നിപ്പോൾ തൊഴിലാളികളെല്ലാം തന്നെ ഓഫീസിന് പുറത്തായി നിൽക്കുന്നൊരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. ലേബർ കമ്മീഷണറൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് വന്നിട്ടുള്ള ജീവനക്കാരുടെ എല്ലാം തന്നെ അറ്റൻഡൻസ് അവർ രേഖപ്പെടുത്തുമെന്നും ഇന്നവർ ജോലിയിൽ പ്രവേശിച്ചതായി അവർ രേഖപ്പെടുത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലെല്ലാം തന്നെ ഇനി കമ്പനിയുമായിട്ടുള്ള എന്തെങ്കിലുമുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുമോ, അത് അവർ സഹകരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. അരുണിമ. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത് അനുരഞ്ജന കൃഷ്ണയാണ്.